നമസ്തേ. എല്ലാവർക്കും നമ്മുടെ ഡേ 3യിലേക്ക് സ്വാഗതം. നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലത്തെ വീഡിയോസ് കാണാത്തവരോ അല്ലെങ്കിൽ ചെയ്ത് നോക്കാത്തവരുണ്ടെങ്കിൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് തൊട്ട് മുൻപുള്ള വീഡിയോസ് കണ്ടിട്ട് തിരിച്ചു വരിക കേട്ടോ. അപ്പോൾ ഇന്ന് നമുക്ക് കുറച്ച് കൂടുതലായിട്ട് കുറച്ചുകൂടി കാര്യങ്ങളൊന്ന് ചെയ്ത് നോക്കാം. നമ്മൾ ഈ 30 ഡേയ്സ് ചലഞ്ചിൽ നമുക്കിങ്ങനെ സ്റ്റെപ്പ് സ്റ്റെപ്പായിട്ട് നമുക്ക് മുന്നോട്ട് കയറി പോവാം. ഓക്കെ, ഫസ്റ്റ് നമുക്ക് എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ തന്നെ ഒന്ന് റിലാക്സ് ചെയ്യാം. അതിന് ശേഷം സ്റ്റാർട്ട് ചെയ്യാം. നമ്മളൊരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ നിങ്ങളിനി ഒറ്റയ്ക്ക് ചെയ്യുകയാണെങ്കിൽ പോലും ഫസ്റ്റത്തെ ഒരു സമയം ഒരു മിനിറ്റോ അല്ലെങ്കിൽ 2 മിനിറ്റോ നമ്മളൊന്ന് വന്നിരുന്ന് റിലാക്സ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. പതുക്കെ ആ ചെയ്യുന്ന കാര്യത്തിലേക്ക് വളരെ ആദരവോടുകൂടി കിടക്കുക എന്നുള്ളതാണ് യോഗ സാധനയിലേക്ക് കിടക്കുമ്പോൾ ഒരു പ്രത്യേകത. ഫസ്റ്റ് നമുക്ക് കണ്ണടച്ച് നട്ടെല്ലൊക്കെ നിവർത്തി വളരെ സമാധാനത്തോടെ ഇരിക്കാം. സ്വന്തം ശ്വാസത്തിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. കുറച്ച് തവണ നമുക്ക് ഡീപ്പായിട്ട് ബ്രീത്ത് ചെയ്യാം. ദീർഘശ്വാസം പതുക്കെ ഉള്ളിലേക്ക് എടുക്കാം, പതുക്കെ പുറത്തേക്ക് വിടാം. വീണ്ടും ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവധാനം പുറത്തു വിടാം. നമ്മുടെ മനസ്സിലൂടെ കടന്നു പോകുന്ന ചിന്തകളെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കാം. എല്ലാ കാര്യത്തിനെയും അറിയുക മാത്രം ചെയ്യാം. നമ്മുടെ ചുറ്റുപാടിലും കേട്ടുകൊണ്ടിരിക്കുന്ന ശബ്ദങ്ങൾ, നമ്മളിരിക്കുന്ന സ്ഥലം, നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥ, എല്ലാ കാര്യങ്ങളും തിരിച്ചറിയാം. വീണ്ടും ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കാം, സാവധാനം ആ ബ്രീത്ത് പുറത്തേക്ക് വിടാം. വീണ്ടും ദീർഘശ്വാസം എടുക്കൂ, റിലാക്സ്. ഇനി നമ്മുടെ കൈകളൊന്ന് ചൂടാക്കിയിട്ട് നമ്മുടെ കണ്ണിലേക്ക് ചേർത്ത് വെക്കാം. ഫേസിലൂടെ ഒന്ന് മസാജ് ചെയ്യാം. എന്നിട്ട് പതുക്കെ കണ്ണ് തുറക്കാം. നമസ്തേ. ഓക്കെ, നമ്മൾ എല്ലാ ദിവസവും നമ്മുടെ സെഷന് മുൻപായിട്ട് നിങ്ങളുടേതായ രീതിയിൽ നിങ്ങളൊരു വാമപ്പ് ചെയ്യുന്നത് നല്ലതാണ്. നമുക്ക് ചില വീഡിയോസിൽ സെപ്പറേറ്റ് ആയിട്ട് അതുവേണ്ടി മാത്രം ഒരു ടൈം സ്പെൻഡ് ചെയ്ത് ചെയ്യാം. അതല്ലെങ്കിൽ സ്വന്തം രീതിയിൽ ജസ്റ്റ് ഒന്ന് മൂവ് ചെയ്യുക നന്നായിട്ട്. അതിനുശേഷം നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്നത് പോലെ ജോയിൻറ്റ്സ് ലൂസനിങ് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ എല്ലാ ദിവസവും ചെയ്യുന്ന പോലെ ഫസ്റ്റ് നെക്ക് സ്ട്രെച്ച് ചെയ്യൂ, ബാക്കിലേക്കും മുന്നിലേക്കും. ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ അതിൻ്റെ കൂടെ ഓരോന്നിൻ്റെയും കൂടെ നന്നായിട്ട് ബ്രീത്ത് കൊടുത്തുകൊണ്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അപ്പോൾ നമ്മൾ ശരിക്കും ഇൻഹേൽ ചെയ്തിട്ട് തല ബാക്കിലേക്കും എക്സേൽ ചെയ്തുകൊണ്ട് മുന്നോട്ടും. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കണ്ടിന്യൂ ചെയ്യൂ. 5, 6, 7, 8, 9, 10. രണ്ട് വശങ്ങളിലേക്ക് ചെയ്തേ. 1, 2,
3, 4, 5, 6, 7, 8, 9, 10. സ്റ്റോപ്പ് ചെയ്തിട്ട് ഒരു സൈഡിലേക്ക് നമ്മുടെ ഹെഡ് ഒന്ന് പിടിച്ചിട്ട് ഹോൾഡ് ചെയ്യാം. അതേപോലെ ഓപ്പോസിറ്റ് സൈഡ്. നിവർത്തി കൊണ്ടുവരാം. എന്നിട്ട് നമ്മുടെ കൈകൾ ഇങ്ങനെ വെച്ചിട്ട് ഷോൾഡർ ഒന്ന് മൂവ് ചെയ്യുക. 1, 2, 3, 4, 5, 6, 7, 8. അത് തിരിച്ച് റിവേഴ്സ് ചെയ്യൂ. 1, 2, 3, 4, 5, 6, 7, 8. റിലാക്സ് ചെയ്യാം. എന്നിട്ട് നമ്മുടെ കൈകൾ ശരിക്കൊന്ന് മടക്കി നിവർത്തിയ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. നിവർത്തി കൊണ്ടുവരിക. നേരെ കൈകൾ താഴേക്ക് ഒന്ന് തിരിച്ചു കൊടുത്തേ. ഷോൾഡർ ഒന്ന് മൂവ് ചെയ്യട്ടെ. 1, 2, 3, 4, 5, 6, 7, 8, 9, 10. ഓക്കെ, സ്റ്റോപ്പ് ചെയ്തോളൂ. നമ്മുടെ വലത് കൈയിനെ ഒന്ന് ചേർത്ത് പിടിക്കുക, ടൈറ്റായിട്ട്. അതേപോലെ ലെഫ്റ്റ് ചെയ്യുക. ടൈറ്റ് ചെസ്റ്റിലേക്ക് അമർത്തി പിടിക്കുക. ഓക്കെ, ഇനി നമ്മുടെ കൈപ്പത്തി മുൻപിലേക്ക് നീട്ടി പിടിച്ചിട്ട് ശരിക്കും ഒന്ന് കൈപ്പത്തി സ്ട്രെച്ച് ചെയ്യുക. അതിൻ്റെയൊക്കെ കൂടെ നമ്മൾ നന്നായിട്ട് ശരിക്ക് ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. അതേപോലെ പുറത്തേക്ക് 1, 2, 3, 4, 5, 6. ഉള്ളിലേക്കും ചെയ്യാം. 1, 2, 3, 4, 5, 6, 7, 8. എന്നിട്ട് വിരലുകൾ ശരിക്കും വിടർത്തി പിടിച്ചിട്ട് 1, ടൈറ്റ് ചെയ്തേ. അഗെയിൻ 2, 3, 4, 5, 6, 7, 8, 9, 10. കൈ താഴെ വെക്കാം. ഇനി നമുക്ക് അതേപോലെ നമ്മുടെ അപ്പർ ബോഡി ശരിക്കും ഒന്ന് റൊട്ടേറ്റ് ചെയ്ത് മൂവ് ചെയ്യണം. നമ്മുടെ അരക്കെട്ടിൻ്റെ ഭാഗത്തേക്ക് ശ്രദ്ധ വെക്കുക. നിങ്ങൾക്ക് എങ്ങനെയാണോ ഭംഗിയായിട്ട് ചെയ്യാൻ സാധിക്കുക അതുപോലെ ചെയ്താൽ മതി. ആദ്യം നമ്മളൊരു ബ്രീത്ത് എടുത്തു. എന്നിട്ട് ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് മുന്നിലേക്ക് ഒന്ന് ബെൻഡ് ചെയ്യുക. എന്നിട്ട് അവിടുന്ന് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. കറങ്ങി വരട്ടെ. ശരിക്കും ചെസ്റ്റ് താഴ്ന്നു പോട്ടെ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. അതെ, റിവേഴ്സ് ചെയ്യൂ. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. ഇൻഹേൽ, എക്സേൽ, റിലാക്സ്. നിവർന്ന് വരാം. എന്നിട്ട് നമ്മൾ കഴിഞ്ഞ ദിവസം ചെയ്തതുപോലെ തന്നെ നമ്മുടെ വലത് കൈ ഇടത് കാൽമുട്ടിന് മേലെ വെച്ച് നട്ടിൽ നിവർത്തിയിരുന്ന് തല ഉയർത്തി പിടിച്ചു. നമ്മുടെ ലെഫ്റ്റ് ഹാൻഡ് നേരെ ബാക്കിൽ വെച്ച് പതിച്ചു വെച്ചു. എന്നിട്ട് ശരിക്കും തിരിയട്ടെ. തിരിഞ്ഞു വരുന്നു. അവിടെ ഹോൾഡ് ചെയ്യാം. നന്നായിട്ട് ദീർഘശ്വാസത്തോടെ ഹോൾഡ് ചെയ്യൂ.
വീണ്ടും നിവർന്ന് വരാം. ഓപ്പോസിറ്റ് സൈഡ് ചെയ്തേ. പതുക്കെ നിവർന്ന് വരാം. റിലാക്സ് ചെയ്യാം. ജസ്റ്റ് നമ്മുടെ കൈകൾ രണ്ടും ശരിക്ക് ലോക്ക് ചെയ്യാം. ചെസ്റ്റിലേക്ക് വെച്ചു. ശരിക്ക് ഇൻഹേൽ ചെയ്തിട്ട് എക്സേൽ ചെയ്തുകൊണ്ട് മുന്നോട്ട് തള്ളുന്നു. എക്സേൽ, മുന്നിലേക്ക് ടൈറ്റ് കൊടുത്തു. വീണ്ടും ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നേരെ അതേപോലെ മുകളിലേക്ക് ടൈറ്റ് കൊടുത്ത് ശരിക്ക് സ്ട്രെച്ച് ചെയ്ത് ലോഡ് ചെയ്തു. ടൈറ്റ്. ഇങ്ങനെ ഹോൾഡ് ചെയ്തിട്ട് കുറച്ച് തവണ ഡീപ് ബ്രീത്ത് ഇൻഹേൽ എക്സേൽ ചെയ്യാം. ഇനി ഒരു ശ്വാസം വിട്ടുകൊണ്ട് കൈകൾ പതുക്കെ റിലീസ് ചെയ്യാം. ബ്രീത്ത് ഔട്ട്, റിലാക്സ്. ഇനി നമ്മളെ കാലുകൾ പതുക്കെ നീട്ടി വെക്കാം മുന്നോട്ട്. ശരിക്കും നീട്ടി നിവർത്തി വെക്കാം. എന്നിട്ട് നമ്മുടെ കാൽപാദം നന്നായിട്ട് ശരിക്കും സ്ട്രെച്ച് ചെയ്തേ. 1 2. രണ്ട് സൈഡിലേക്ക് ശരിക്കും സ്ട്രെച്ച് ചെയ്യുക. ശരിക്കും ഇൻഹേൽ എക്സേൽ, ഇൻഹേൽ എക്സേൽ. ശരിക്ക് ടൈറ്റ്. രണ്ട് രീതിയിലും ടൈറ്റ് ചെയ്യുക. അതുപോലെ രണ്ട് വശങ്ങളിലേക്കും കാലിനെ ഒന്ന് സ്ട്രെച്ച് ചെയ്ത് കൊടുക്കുക. 1 2 1 2 1 2 1 2. ഓക്കെ. എന്നിട്ട് കാലുകൾ നമ്മുടെ കയ്യിൽ താങ്ങിയിരുന്നിട്ട് ഇത് ചെയ്യുമ്പോൾ നമുക്ക് നമ്മുടെ കോർ മസിൽസ് കൂടി എൻഗേജ്ഡ് ആവും. ശരിക്കും കാല് വയറിലേക്ക് മടക്കി എന്നിട്ട് എക്സേൽ. കാല് നിവർത്തുമ്പോൾ ഇൻഹേലും കാല് മടക്കുമ്പോൾ എക്സേലും ചെയ്യാം. 1 2 3. ഇത് വേണമെങ്കിൽ കാല് നിലത്ത് വെച്ചിട്ടും ചെയ്യാം കേട്ടോ. ബുദ്ധിമുട്ടുള്ളവർക്ക് കാല് നിലത്ത് വെച്ചുകൊണ്ട് നമുക്കിത് ചെയ്യാം. 3 എക്സേൽ, ഇൻഹേൽ, 4 5 6 7 8. സ്റ്റോപ്പ് ചെയ്യാം. പതുക്കെ താഴെ വെച്ചു. ഇനി കയ്യിലേക്കൊന്ന് ചാരി ഇരുന്നിട്ട് നമുക്കൊരു റെസ്റ്റ് കൊടുക്കാം. തലയൊക്കെ ഷോൾഡറിലേക്ക് വെച്ചുകൊണ്ട്. റിലാക്സ്. ശേഷം പതുക്കെ നമ്മുടെ കാലിലേക്ക് മുട്ട് കുത്തി നിൽക്കാം. കറക്റ്റായിട്ട് മുട്ട് കുത്തി നിൽക്കാം. കൈകളൊക്കെ ഒരുപോലെ ഒരേ ലെവലിൽ ഒരേ അളവിൽ വെച്ചു കൈകൾ. ശരിക്കും ശ്വാസം ഉള്ളിലേക്ക് എടുത്ത് തല മുകളിലേക്ക് ഉയർത്തി. നോട്ടം മുകളിലേക്കാണ്. നട്ടെല്ല് താഴേക്ക് വളച്ചു കൊടുത്തു. ശ്വാസം വിട്ടുകൊണ്ട് ശരിക്ക് ഉള്ളിലേക്ക്. അപ്പോൾ സ്പൈൻ മുകളിലേക്ക് സ്ട്രെച്ച് ചെയ്ത് കൊടുത്തു. ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്, ബ്രീത്ത് ഇൻ, ബ്രീത്ത് ഔട്ട്. നേരെ കാലിലേക്ക് ഇരിക്കാം. റിലാക്സ്. നമ്മൾ മുൻപ് പറഞ്ഞിട്ടുണ്ട്, നീ ജോയിൻറ്റിന് ഇഷ്യൂ ഒക്കെ ഉള്ളവർ കാല് ഈ രീതിയിൽ ഇരിക്കാതിരിക്കുക കേട്ടോ. വേദനയുള്ളവർ. അല്ലാത്തവർക്ക് ഇത് ട്രൈ ചെയ്യാം. പതുക്കെ പതുക്കെ ശ്രമിച്ചുകൊണ്ട്
നമുക്ക് മാറ്റം വരുത്താൻ പറ്റും. നമ്മൾ ഈ ലൂസനിങ് മുതൽ അല്ലെങ്കിൽ ഒരു സെഷൻ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ നമുക്കിതൊരു എക്സാമ്പിളാണ്, തുടക്കം മുതൽ നമ്മൾ ഓരോ ഭാഗങ്ങളായിട്ട് പതുക്കെ മടക്കി നിവർത്തിയും സ്ട്രെച്ച് ചെയ്തൊക്കെ ഒന്ന് ഡെവലപ്പാക്കി കൊണ്ടുവരും. മീൻസ് ഒന്നും ചെയ്യാതിരിക്കുന്ന ഒരാളും ഫസ്റ്റ് ടൈമായിട്ട് ചെയ്യുന്ന ആൾക്കാർക്കും കൂടി വേണ്ടിയിട്ടാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ശരീരത്തിലുള്ള എനർജിയുടെ ഒരു ഫ്ലോ എല്ലാ ഭാഗത്തേക്കൊന്ന് വ്യാപിക്കും. ഇപ്പോൾ നമ്മുടെ സ്വന്തം ശരീരമാണെങ്കിലും നമ്മൾ ആഗ്രഹിക്കുന്നത് പോലെ മൂവ് ചെയ്യാത്ത ശരീരഭാഗങ്ങൾ ഉണ്ടാവാം. ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നമ്മുടെ കാല് നീട്ടി പിടിച്ചിട്ട് കാൽപാദം ഒന്ന് റൊട്ടേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ കൂടുതൽ ആളുകൾക്കും അത് കൺട്രോളിൽ കിട്ടില്ല. അതൊരു ഷേപ്പ്ലെസ് ആയിട്ടുള്ള രീതിയിലായിരിക്കും മൂവ് ചെയ്യുക, വട്ടം വരയ്ക്കാൻ നോക്കിയാലൊക്കെ. അപ്പോൾ അത് നമ്മൾ ബ്രെയിനുമായിട്ടുള്ള കണക്ഷൻ, അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു പ്രാണ ഊർജ്ജത്തിൻ്റെ ഒഴുക്കിനെ ബാധിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ ലൂസനിങ് ആസനാസ് ഒക്കെ ചെയ്യുമ്പോൾ കൃത്യമായിട്ടുള്ളൊരു എനർജി ഫ്ലോ എല്ലാ ഭാഗത്തേക്കും ഓരോ വിരലുകളിലേക്കും നമുക്ക് ഫീൽ ചെയ്യും. ഒത്തിരി ഇഷ്യൂസ് ഇല്ലാതാവും, കൂടുതൽ ഹൈ ലെവലിലേക്ക് നമ്മുടെ ഒരു എനർജിയുടെ രീതി ഉയരും. അപ്പോൾ അതൊക്കെയാണ് അതിലൂടെയുള്ള മെച്ചം എന്ന് പറയുമ്പോൾ. കാലുകൾ മടക്കിയിരുന്നു, എന്നിട്ട് നമുക്ക് പതുക്കെ ഒന്ന് കൈ മുന്നോട്ട് പതിച്ച് വെക്കാം. നോർമൽ കേസിൽ നമ്മൾ കോബ്ര പോസ് അല്ലെങ്കിൽ ഭുജംഗാസനം ഒക്കെ ചെയ്യാറുണ്ട് അല്ലേ. സ്പൈൻ പതുക്കെ വളച്ച് ആ ഒരു രീതിയിലേക്ക് വരാം നമുക്ക് പതുക്കെ. നമ്മളെപ്പോഴും സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ഫസ്റ്റത്തെ തവണ തന്നെ നമ്മൾ മാക്സിമത്തിലേക്ക് പോവാതിരിക്കുക, ഏറ്റവും കംഫർട്ടായിട്ടുള്ളൊരു രീതിയിൽ നിൽക്കുക. ഒന്ന് പതുക്കെ ഫ്ലോറിലേക്ക് ഒന്ന് കിടന്നു, എന്നിട്ട് നമ്മുടെ കൈകൾ രണ്ടും നമ്മുടെ ഷോൾഡറിന് രണ്ട് വശത്തുമായിട്ടൊന്ന് പതിച്ചു വെക്കാം. രണ്ട് സൈഡിലായിട്ട് പതിച്ചു വെച്ചു. എന്നിട്ട് ശ്വാസം ഉള്ളിലേക്ക് എടുത്തുകൊണ്ട് തല മുതലൊന്ന് പൊന്തിച്ച് നോക്കുക പതുക്കെ. അപ്പോൾ നമ്മുടെ കാലുകൾ ചേർന്നിരിക്കണം. ഇപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുന്ന ഒരാൾ, അല്ലെങ്കിൽ കൈക്കൊക്കെ സ്ട്രെങ്ത് കുറവാണെങ്കിൽ നമ്മൾ ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ അല്ലേ ഷോൾഡറിൽ തൂങ്ങി പോകുന്ന ഒരു അവസ്ഥ വരാറുണ്ട്, അങ്ങനെ കാണാറുണ്ട്. മാക്സിമം നിങ്ങളുടെ ഷോൾഡറിനെ ഒന്ന് ഫ്രീ ആക്കിയിട്ട് നമ്മുടെ കൈയിലേക്ക് ആ ലോഡ് കൊടുക്കുക. അപ്പോൾ നമ്മുടെ എൽബോ കുറച്ച് മടക്കിയിട്ട് താങ്ങി പിടിക്കുക, ചെസ്റ്റ് ഓപ്പൺ ആക്കാൻ ശ്രമിക്കുക. മുൻപിലേക്ക് നോക്കിയാൽ മതി തൽക്കാലം, എന്നിട്ടൊന്ന് ബാക്കിലേക്ക് ഒന്ന് തള്ളി നോക്കുക. അപ്പോൾ സ്പൈൻ ഒന്ന് അല്ലേ ആ മസിൽസൊക്കെ ഒന്ന് വലിഞ്ഞ് വളഞ്ഞ് പെർഫെക്റ്റ് ആയിട്ട് പതുക്കെ പതുക്കെ വരും. ഇതിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്തേ. ഇനി അതിൽ നിന്ന് നേരെ നിങ്ങൾ കാലിൽ മുട്ടുകുത്തി നേരെ മുകളിലേക്ക് ഒന്ന് പൊന്തട്ടെ. അതായത് കാലുകൾ രണ്ടും മാക്സിമം ചേർത്ത് വെച്ചു, അപ്പർ ബോഡി ബാക്കിലേക്ക് തള്ളി അമർത്തി കൊടുത്തിട്ട് അതിലൊന്ന് ഹോൾഡ് ചെയ്യാം. നമ്മുടെ ബ്രെയിൻ അടക്കമുള്ള ഭാഗത്തേക്കുള്ള സർക്കുലേഷൻ നന്നായിട്ട് നടക്കാൻ ഈ പോസ്ചർ സഹായിക്കും കേട്ടോ. അതായത് നമുക്ക് അലസതയൊക്കെ ഉണ്ടെങ്കിൽ പെട്ടെന്ന് മാറാൻ നല്ലതാണ്, ആക്റ്റീവ് ആവും. വീണ്ടും പതുക്കെ ബ്രീത്ത് ഇൻ, താഴേക്ക് വന്നു, മുട്ടുകുത്തി വളഞ്ഞു വന്നു, ശ്വാസം എടുത്തു. ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ടിരിക്കുക. തൈസിൻ്റെ ഭാഗം രണ്ടും നിലത്തിരിക്കട്ടെ. വീണ്ടും ഒന്നുകൂടി ബ്രീത്ത് ഔട്ട്. വീണ്ടും ബ്രീത്ത് ഇൻ, താഴേക്ക് വരുന്നു, എന്നിട്ട് നന്നായിട്ട് ബ്രീത്ത് ചെയ്തുകൊണ്ട് മെയിൻറ്റെയിൻ ചെയ്യാം. ബ്രീത്ത് ഔട്ട്, മുകളിലേക്ക് ഉയർത്തുന്നു. റിലാക്സ്. വീണ്ടും കാല് മുട്ടുകുത്തി കാലിലേക്ക് ഇരുന്നിട്ട് ഒന്ന് റെസ്റ്റ് കൊടുക്കുക, കൈയൊക്കെ ഒന്ന് ലൂസാക്കുക, വിരലുകളൊക്കെ ഒന്ന് മടക്കി നിവർത്താം. ഇനി നമുക്ക് അതേപോലെ തന്നെ കൈ കുറച്ച് മുന്നിലേക്ക് പതിച്ച് വെക്കാം. ചിലപ്പോൾ ഫസ്റ്റ് ടൈം ചെയ്യുമ്പോൾ നമുക്ക് കൈയുടെ നടുവിലൊരു കടച്ചിലോ ഒരു തരിപ്പൊക്കെ വരാൻ ചാൻസ് ഉണ്ട്, ഓരോ ഭാഗത്തേക്കും പ്രഷർ വരുന്നതിനനുസരിച്ച്. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റത്തെ സെഷനിൽ പറഞ്ഞത്. നിങ്ങൾക്ക് ഏതെങ്കിലും കാര്യം ചെയ്യുമ്പോൾ വല്ലാതെ പ്രയാസം തോന്നുമ്പോൾ
നിങ്ങൾ പില്ലോ ഒക്കെ വെച്ച് സപ്പോർട്ട് കൊടുക്കുക, അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റ് അനുസരിച്ച് മാത്രം ട്രൈ ചെയ്യുക കേട്ടോ. ഇപ്പോൾ നമ്മളിനി നേരെ ഇങ്ങനെ മുട്ട് കുത്തി നിന്നു, കാലിന് ചെറിയൊരു ഗ്യാപ്പ് വേണം. പപ്പി പോസ് എന്നൊക്കെ പറയും. നമ്മുടെ ചെസ്റ്റ് ഒക്കെ കുറച്ച് ഓപ്പൺ ആയി കിട്ടാൻ നല്ലതാണ്. അപ്പോൾ തൈസിൻ്റെ ഭാഗം ഇത് ഇങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യണം. ബാക്കിലേക്കോ അല്ലെങ്കിൽ മുന്നിലേക്കോ പോകരുത്. ഇത് സ്ട്രെയിറ്റ് ആയിട്ട് തന്നെ നിൽക്കട്ടെ. എന്നിട്ട് നമ്മുടെ കൈകൾ രണ്ടും പതുക്കെ പതുക്കെ നീട്ടിയിട്ട്, കൈകൾ നീട്ടി മുന്നിലേക്ക് കിടക്കുന്ന സമയത്ത് രണ്ട് കൈകളും ചേർത്ത് സ്ട്രെയിറ്റ് ആക്കി വെക്കുക. എന്നിട്ട് താടി നിലത്ത് വെച്ചു, അതുപോലെ ചെസ്റ്റ് നിലത്ത് വെച്ചു. അപ്പോൾ ഇങ്ങനെ ചെസ്റ്റ് എല്ലാവർക്കും നിലത്ത് വെക്കാൻ ചിലപ്പോൾ പ്രയാസം തോന്നാം. അപ്പോൾ പ്രയാസമുള്ളവർ ആ ചെസ്റ്റ് വെക്കുന്നിടത്ത് ഒരു പില്ലോ എടുത്ത് വെക്കുക. അപ്പോൾ ചെസ്റ്റിനൊരു സപ്പോർട്ടായിരിക്കും. അല്ലെങ്കിൽ നമ്മുടെ എല്ലാ പ്രഷറും നമ്മുടെ താടിയുടെ ഭാഗത്തേക്ക് വരും, നമുക്കത് ബുദ്ധിമുട്ടായിരിക്കും. മനസ്സിലായോ? ചെസ്റ്റിനടിയിൽ ഒരു പില്ലോ വെച്ചിട്ട് വെക്കുക, അത് കുറച്ചുകൂടി ഈസി ആയിരിക്കും. എന്നിട്ട് നട്ടെല്ല് ശരിക്ക് താഴേക്ക് വളച്ചു, നട്ടെല്ല് വളച്ച് നമ്മുടെ ചെസ്റ്റ് ഓപ്പൺ ആക്കി കൊടുത്തു. വാരിയെല്ലൊക്കെ വിരിഞ്ഞു, താടിയും ചെസ്റ്റും നിലത്ത് വെച്ചു. ഇങ്ങനെ ഹോൾഡ് ചെയ്യുക. അപ്പം നമുക്ക് മുൻപിലുള്ളൊരു ഫ്ലോർ കാണാം. പതുക്കെ കൈയുടെ സപ്പോർട്ടിൽ തിരിഞ്ഞ് നിവർന്ന് വന്നു, പതുക്കെ പതുക്കെ നിവർന്ന് വന്നു. എന്നിട്ട് നമ്മൾ കറക്റ്റായിട്ട് അതേപോലെ തന്നെ നിന്നു. റിലാക്സ്. കഴുത്തൊക്കെ ഫ്രീ ആക്കുക. ഇനി ഇങ്ങനെ തന്നെ നിന്നിട്ട് നമ്മുടെ ഇടത് കൈ അല്ലെങ്കിൽ വലത് കൈ ആയാലും കുഴപ്പമില്ല, കാണാൻ പാകത്തിനാണ് ഞാനിങ്ങനെ പറയുന്നത്. ലെഫ്റ്റ് ഹാൻഡ് എടുത്തിട്ട് നമ്മൾ ഒരു കൈ എടുത്തിട്ട് അടിയിലൂടെ, ശരീരത്തിന് അടിയിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാക്സിമം നീട്ടി. ക്ലിയർ ആയോ? ഒരു കൈ എടുത്തു, അടിയിലൂടെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് മാക്സിമം ഫ്ലോറിലേക്ക് നീട്ടിയപ്പോൾ ആ ഷോൾഡർ നമുക്ക് നിലത്ത് വെക്കാം. ഫേസിൻ്റെ ആ സൈഡും വെച്ചു. ഇത്രയും വെച്ചില്ലേ? ഇപ്പോഴും തൈസ് സ്ട്രെയിറ്റ് ആണ്. മറ്റേ കൈ എടുത്തിട്ട് നമുക്ക് നേരെ ഒരു ആംഗിളിൽ ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്ത് അങ്ങനെ ഒന്ന് മെയിൻറ്റെയിൻ ചെയ്യാം. ഫസ്റ്റ് വൺ റിലീസ് ചെയ്യുമ്പോൾ ആദ്യം മുകളിലുള്ള കൈ എടുത്തിട്ട് ആദ്യം വെച്ച അതേ സ്ഥലത്ത് പതിച്ച് വെച്ചു. ആ കൈയുടെ സപ്പോർട്ടിൽ നമ്മൾ നിവർന്ന് വന്നു, ശരിക്കും നിവർന്ന് വന്നു, അതേപോലത്തെ വന്നു. ഇനി ഓപ്പോസിറ്റ് സൈഡ് ശരിക്കും അടിയിലൂടെ നീട്ടുന്നു, മാക്സിമം നീട്ടി, ഷോൾഡർ നിലത്ത്, ഫേസും അതേപോലെ ചരിച്ചു വെച്ചു. എന്നിട്ട് കൈ നീട്ടി നിവർത്തി വെച്ചിട്ട് റിലാക്സ്. പതുക്കെ കൈ എടുത്തു, പതിച്ചു വെച്ചു, തിരിച്ചു വന്നു. ഇനി നമ്മൾ നേരെ കാലിലേക്ക് ഇരിക്കുകയാണ്. കാലിലേക്ക് ഇരുന്നു, കാല് മടക്കിയിരുന്നു. ഇനി നമ്മൾ ബ്രീത്ത് ഔട്ട് ചെയ്തുകൊണ്ട് ഒരു ശ്വാസം എടുക്കുക, ശ്വാസം വിട്ടുകൊണ്ട് മുൻപിലേക്ക് പതുക്കെ കിടക്കുകയാണ്. അപ്പോൾ നമ്മൾ ഇരിക്കുന്നിടത്ത് നിന്ന് എഴുന്നേൽക്കുന്നില്ല, അവിടെ ഇരുന്നുകൊണ്ട് മുന്നോട്ട് കിടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് സെഷനിൽ പറഞ്ഞത് ഓർമ്മയുണ്ടാവും. നമ്മളിങ്ങനെ വരുമ്പോൾ നെറ്റി താഴെ വെക്കാൻ പ്രയാസമാണെങ്കിൽ നിങ്ങൾ ഇവിടെ ഒരു യോഗ ബ്ലോക്കോ അല്ലെങ്കിൽ ഒരു പില്ലോ ഒക്കെ എടുത്ത് വെക്കുക. എന്നിട്ട് അതിന് മേലേക്ക്, പ്രയാസമുള്ളവർ നെറ്റി അതിന് മേലെ വെക്കുക. ഓക്കെ, ഈ ഒരു ആംഗിളിലൊന്ന് റെസ്റ്റ് ചെയ്യാം, റിലാക്സ്.
ഈ ഒരു രീതിയിൽ നമ്മൾ ഹോൾഡ് ചെയ്യുന്ന സമയത്ത് നമ്മുടെ വിങ്സ് അല്ലെങ്കിൽ നമ്മുടെ ഷോൾഡർ, കൈകളൊക്കെ ലൂസാക്കി ഇടുക. കണ്ണടച്ച് വെച്ചിട്ട് നോർമൽ ബ്രീത്ത്. പതുക്കെ നമ്മുടെ ശ്രദ്ധ നെറ്റിയുടെ നടുവിലുള്ളൊരു പോയിന്റിലേക്ക് കൊണ്ടുവരിക. മനസ്സിന് നല്ലൊരു സമാധാനമായിട്ടുള്ളൊരവസ്ഥയിലേക്ക് വരാൻ ഇത് സഹായിക്കും. എന്നിട്ട് ശരിക്കും ബ്രീത്ത് എടുക്കുക. ആ ബ്രീത്ത് ഔട്ട് ചെയ്തിട്ട് മുന്നിലേക്ക് വരിക. ചിലപ്പോൾ ഇങ്ങനെ വളഞ്ഞൊക്കെ ആയിരിക്കും വരുന്നത്, എന്നാലും കുഴപ്പമില്ല. കംപ്ലീറ്റ് ചെയ്യേണ്ട. നിങ്ങളുടെ ഒരു മിനിമം മാക്സിമത്തിലേക്ക് ഒന്ന് പിടിക്കുക. അവിടെ ഒന്ന് ഹോൾഡ് ചെയ്തേ. ജസ്റ്റ് ഒന്ന് ഹോൾഡ് ചെയ്യുക. കാല് മുട്ട് മടക്കരുത്, സ്ട്രെയിറ്റ് ആയിരിക്കട്ടെ. വീണ്ടും ഇൻഹേൽ ചെയ്ത് നിവർന്ന് വരാം. എക്സേൽ. പിടിച്ചു, ഹോൾഡ് ചെയ്തു. പതുക്കെ റിലീസ് ചെയ്തു. കൈ റിലീസ് ചെയ്യാം. റിലാക്സ്. ഇനി നമുക്ക് ഏറ്റവും വളരെ കംഫർട്ട് ആയിട്ടുള്ളൊരു രീതിയിലേക്ക് ഇരിക്കുക. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ യോഗ ബ്ലോക്കൊക്കെ വെച്ചിട്ട്, അല്ലെങ്കിൽ എപ്പോഴും നമ്മൾ മെഡിറ്റേഷൻ അല്ലെങ്കിൽ പ്രാണായാമം അല്ലെങ്കിൽ ഒരൊറ്റ സ്ട്രെച്ചിൽ കുറച്ച് സമയം ഇരിക്കുന്ന ഒരു രീതിയിൽ നമ്മളെപ്പോഴും ഒരു പില്ലോ വെച്ചിട്ടോ അല്ലെങ്കിൽ ബ്ലോക്ക് വെച്ചിട്ടോ ഒക്കെ ഇരിക്കുന്നതാണ് ബെറ്റർ. അതായത് നമ്മുടെ ബട്ടക്സ് ഫ്ലോറിനേക്കാൾ കുറച്ച് പൊന്തി നിൽക്കുന്നത് എല്ലാം കൊണ്ടും നല്ലത് തന്നെയാണ്. ബാക്കിലെ മസിൽസ് അധികം സ്ട്രെയിൻ ചെയ്യില്ല, സ്പൈൻ ഫ്രീ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് കറക്റ്റായിട്ടിരിക്കുക, സൗകര്യപ്രദമായ രീതിയിൽ. തലയൊക്കെ ഉയർത്തിപ്പിടിച്ച് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാം. കണ്ണടച്ചിരിക്കാം. എന്നിട്ട് സ്വാഭാവികമായ ബ്രീത്തോട് കൂടി ഇരിക്കാൻ അനങ്ങാതെ. ഒരു ദീർഘശ്വാസം ഉള്ളിലേക്ക് എടുക്കുക. സാവധാനം പുറത്തു വിടാം.
ചുറ്റുപാടിലേക്കും സ്വന്തം ശരീരത്തിലേക്കും ശ്രദ്ധ കൊണ്ടുവന്നുകൊണ്ട് വളരെ സാവധാനം പതുക്കെ പതുക്കെ നമ്മുടെ കണ്ണുകൾ തുറക്കാം. നമസ്തേ. നമ്മുടെ 3rd ഡേ ആണ് കംപ്ലീറ്റ് ആയത്. ഇന്ന് ഇത്ര മതി. നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ കുറച്ച് കുറച്ചായിട്ട് ഓരോ കാര്യങ്ങൾ കൂട്ടിക്കൊണ്ടുവരാം. ഒരു മെഡിറ്റേഷൻ്റെ രീതി നോക്കാം, പ്രാണായാമങ്ങൾ നോക്കാം, ആക്ടിവിറ്റീസ് നോക്കാം. എനിക്കറിയാം ഇതിൽ ഒത്തിരി നന്നായിട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവാം. എന്നാൽ കൂടിയും ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് സ്ലോ ആയിട്ട് പോകുന്നത് പുതിയ ആളുകൾക്ക്, താല്പര്യമുള്ള ആളുകൾക്ക് ചെയ്യുന്നതിന് വേണ്ടി കൂടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ കാര്യങ്ങളൊക്കെ വരികയാണെങ്കിൽ കമൻറ്റ് ചെയ്യാം. അല്ലെങ്കിൽ അതിനേക്കാൾ ബെറ്റർ ആവുക, താഴെ വാട്സപ്പ് നമ്പർ ഉണ്ട്, ഇൻസ്റ്റാഗ്രാം ലിങ്ക് ഉണ്ട്, ഇതിലൂടെയൊക്കെ DM ചെയ്യാവുന്നതാണ്. ഓക്കെ, അപ്പോൾ താങ്ക് യു. നെക്സ്റ്റ് ഡേ കാണാം.